ഗുഡ് മോർണിംഗ്. സുഖാണോ? വളരെ മനോഹരമായ ഒരു പുതിയ ദിവസം ദൈവം തന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഇതാണ്. ഒരു സ്പോർട്സിൻ്റെ ഒരു സ്പോർട്സിൻ്റെ വീഡിയോ ആണ്. ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ആ ട്രാക്കിൽ തളർന്നു വീഴുമ്പോൾ പുറകെ ഓടി വന്ന മറ്റൊരു വ്യക്തി ആ വ്യക്തിയെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും ഒരുമിച്ച് അവർ ഓടുകയാണ്. ആ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം തളർന്നു പോയ വ്യക്തിയെ കരുതുന്നതാണ് ആ വ്യക്തി കാണിച്ച ഏറ്റവും വലിയ കാര്യം. സ്പോർട്സിൽ ജയിക്കുകയല്ല, കണ്ടിട്ടും ഒഴിവായി പോവുകയല്ല, ആ വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് ഓടുന്നു. വളരെ മനോഹരമായ ആ വീഡിയോയുടെ കണ്ടന്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കരുതുന്ന, നമ്മെ താങ്ങുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ വസ്തുതയാണ് ദൈവവചനം. ദൈവവചനം നമുക്ക് ശക്തി പകരുന്നത് പോലെ മറ്റൊന്നിനും മറ്റൊരു വ്യക്തിക്കും നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. നാം ഈ വചനം വായിക്കുമ്പോൾ, വചനം പറയുമ്പോൾ, നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ, നാം വിശ്വസിക്കുമ്പോൾ, നാം കേൾക്കുമ്പോൾ, അത് പാലിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുകയാണ്. ദൈവവചന ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 20-ാം തീയതി വരെ നാം പഠിച്ച വചനങ്ങൾ 18 വചനങ്ങൾ പഠിച്ചു. ഓഗസ്റ്റ് മാസം 1 മുതൽ 20-ാം തീയതി വരെ നമ്മൾ പഠിച്ച വചനങ്ങൾ 18 വചനങ്ങളാണ്. 11-ാം തീയതിയും 19-ാം തീയതിയും നമുക്ക് പഠിച്ച വചനങ്ങൾ ഓരോരോ പ്രാവശ്യവും ആവർത്തിച്ചു. അങ്ങനെ 18 വചനങ്ങൾ പഠിച്ചു. ഈ 18 വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം പഠിച്ച വചനം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യമായിരുന്നു. അതിങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ നൽകുന്ന ഈ കൽപ്പന, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമൊന്നുമല്ല, അപ്രാപ്യമാമിതം, എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം വിദൂരസ്ഥമൊന്നുമല്ല, തൊട്ടടുത്തുണ്ട്. എവിടെയാണ് ഈ വചനം? അതാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വചനമാണ് നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 14-ാം വാക്യമാണ്. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 14. അതിങ്ങനെയാണ് പറയുന്നത്. എവിടെയാണ് ഈ വചനം? വചനം നിനക്ക് സമീപസ്ഥമാണ്. ദ വേർഡ് ഈസ് നിയർ ടു യു. വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട്. ദ വേർഡ് ഈസ് നിയർ ടു യു. ഇറ്റ് ഈസ് ഇൻ യുവർ മൗത്ത് ആൻഡ് ഇൻ യുവർ ഹാർട്ട് ഫോർ യു ടു ഒബ്സർവ്. നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. നാം ചില കുട്ടികളോടും ചില തളർന്നിരിക്കുന്ന വ്യക്തികളോടും ഒക്കെ പറയാറില്ലേ, നിനക്ക് കഴിയും, നിന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമല്ല, യു ക്യാൻ ഡു ഇറ്റ്. പ്രോത്സാഹനം കൊടുക്കുന്ന, കരുതുന്ന ഒരു വലിയ വാക്കാണ് അല്ലേ? ഒരാളെ ശക്തിപ്പെടുത്താനായിട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഗെറ്റ് അപ്പ് എന്ന് പറയുക, ഒന്ന് എഴുന്നേറ്റ് ശക്തി പകരുന്ന ഒരു വാക്കാണ് അല്ലേ? നിനക്ക് കഴിയും, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ. സോ ഇതാണ് ദൈവവചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അത് നിൻ്റെ അധരത്തിലുണ്ട്. വചനം നിൻ്റെ അധരത്തിലുണ്ട്, നിൻ്റെ ഹൃദയത്തിലുണ്ട്. ഇത് നിനക്ക് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വചനം വായിക്കുക, അത് പ്രാവർത്തികമാക്കാൻ. യു ക്യാൻ ഡു ഇറ്റ്. ജസ്റ്റ് ഗിവ് എ ട്രൈ. ആമേൻ.